എന്താ കാര്യം? ഒരു ഗ്യാസ് കണക്ഷൻ എടുക്കാൻ വന്നതാ. ആ മൂലയിരിക്കുന്നുണ്ട്, എടുത്തോണ്ട് പോക്കോ. ഗ്യാസേ. അതിനൊക്കെ കുറെ പണിയുണ്ട് മിസ്റ്റർ. അതൊക്കെ അറിയാം. അതറിയാതെ ഇങ്ങോട്ടേക്ക് വരില്ലല്ലോ. ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? കണക്ഷൻ എടുക്കാൻ എന്തിനാ ബർത്ത് സർട്ടിഫിക്കറ്റ്? ആ, അതൊക്കെ വേണം. തനിക്ക് 18 വയസ്സായെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? മീശ അവിടെ തന്നെ ഇല്ലേ? അതെ, ഡോക്യുമെന്റ്സ് ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ കണക്ഷൻ വരുന്നവർ നടത്തിക്കാനുള്ള നിങ്ങളുടെ സ്ഥിരം നമ്പർ ഉണ്ടല്ലോ, അതെന്റെ അടുത്ത് വേണ്ട. ഞാനിതൊക്കെ കുറെ കണ്ടതാ. ഇന്ന് അപേക്ഷ. എന്തപേക്ഷ? ഗ്യാസിനുള്ള അപേക്ഷ തന്നെ. അല്ലാതെ ഗ്യാസ് ഏജൻസിയിൽ പാസ്പോർട്ടിനുള്ള അപേക്ഷയായിട്ട് ആരും വരില്ലല്ലോ. ഓ, എനിക്ക് വയ്യ. എന്തുവാണത്? ബഹുമാനപ്പെട്ട SI അവർക്ക് ആനന്ദ് എഴുതുന്നത്. ഇന്നലെ 11:54 എൻ്റെ ഒരേ ഒരു ഫോണായ നോക്കിയ C5 കണ്ടാൽ മണ്ടനെന്ന് തോന്നിക്കുന്ന ഒരാൾ മോഷ്ടിച്ച വിവരം വ്യസന സമേതം അറിയിച്ചു കൊള്ളുന്നു. ആയതിനാൽ 9809809450 എന്ന നമ്പറിൽ അറിയപ്പെടുന്ന എൻ്റെ ഫോൺ ടിയാന്റെ കയ്യിൽ നിന്നും തിരിച്ചെടുത്തു തരാനും ടിയാനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടാനും വേണ്ടി കേരള പോലീസിനെ പ്രതിനിധീകരിച്ച് സാറ് മുന്നിട്ടിറങ്ങണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. വിശ്വസ്തയോടെ ആനന്ദ്. ജയ് ഹിന്ദ്. ഗ്യാസ് ഏജൻസിയിൽ പാസ്പോർട്ട് അപേക്ഷയായിട്ട് ചെല്ലാൻ പറ്റിയെങ്കിലും പോലീസിലുള്ള പരാതിയായിട്ട് ചെല്ലല്ലേ? എവിടുന്ന് വരേണ്ടവൻ? ഏതായാലും ആനന്ദിന്റെ ഉള്ളിലൊരു എഴുത്തുകാരനുണ്ട്. നമുക്ക് റോയിച്ചിന്റെ വെഡിങ് ഇൻവിറ്റേഷൻ അവനെ കൊണ്ട് എഴുതിച്ചാലോ? അത് കലക്കി. ഇതുമായിട്ട് ഗ്യാസ് കണക്ഷൻ എടുക്കാൻ പോയ റോയിച്ചിന്റെ കാര്യം ചിരിച്ചു പോയത്. അതായിരിക്കും ഇതിലും വലിയ സീൻ. ആ മണ്ടത്തരം മറക്കാനല്ലേ റോയിച്ചൻ ഇതെല്ലാരെയും കാണിച്ചിട്ട് ചിരിപ്പിക്കുന്നത്. എന്തായാലും ഗ്യാസിനുള്ള അപേക്ഷയായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയ ആനന്ദിന്റെ കാര്യം ഇതിലും രസമായിരിക്കും. എന്നാലും റോയ്ച്ചൻ അവന്റെ കള്ളം കൊണ്ടുപോയി ഫോൺ എവിടെ നിന്ന് കിട്ടി? ഒരുത്തനത് വഴിന്ന് കളഞ്ഞു കിട്ടി. ഡയൽ നമ്പേഴ്സ് നോക്കി അവൻ എന്റെ നമ്പറിലേക്ക് വിളിച്ചു. ഞാനതങ്ങ് പോയി വാങ്ങി. ഇനി അവൻ തന്നെയാണോ ഫോൺ അടിച്ചു മാറ്റിണ്ടാവുക? അവനായിരിക്കില്ല. അവനാണെങ്കിൽ തിരിച്ചു തരുമോ? അവൻ ആ സ്റ്റേഡിയത്തിന്റെ അവിടെ നിന്ന് വീണ് കിട്ടിയെന്ന് പറഞ്ഞു. ഈ ഫോൺ റോയിച്ചിന് കിട്ടിയതറിഞ്ഞപ്പോ ആനന്ദ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടാവില്ലല്ലേ? അതിനവൻ അറിഞ്ഞിട്ട് വേണ്ടേ? വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. എന്തായാലും അവന്റെ ഫോണിൽ നിന്ന് തന്നെ അവനൊന്ന് വിളിച്ചു നോക്കാം. അവനൊരു സർപ്രൈസ് ആയിക്കോട്ടെ. ഹലോ, ആനന്ദ്, ഇത് ഞാനാണ് റോയ്. അപ്പൊ റോയ്ച്ചനാണോ എന്റെ ഫോൺ മോഷ്ടിച്ചേ? അതെടാ, ഞാൻ തന്നെടാ. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. തെറി പറയണമെന്ന് ഉപദേശിച്ച് എന്നോട് തന്നെ നീ ഇത് പറഞ്ഞല്ലോ. സോറി റോയ്ച്ച. ഒരു വശത്ത് ഫോൺ തരാതെ എന്നെ കളിപ്പിച്ചതിന്റെ വിഷമവും മറ്റേ വശത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി പൈങ്കിളി ഡയലോഗ് അടിച്ച് തെറി കേട്ടതിന്റെ വിഷമം ഉണ്ടായിരുന്നു. അതാ ഞാൻ. പൈങ്കിളി ഡയലോഗ്സോ? ഗ്യാസിനുള്ള അപേക്ഷല്ലേ? അല്ല, അതിന്റെ പിന്നില് FM റേഡിയോയിലെ ജോക്കീസ് പെണ്ണുങ്ങളോട് പറയുന്ന കുറെ ഡയലോഗ്സ് ആയിരുന്നു. അതുപോട്ടെ, റോയ്ച്ചൻ എന്റെ ഫോൺ എവിടെ നിന്ന് കിട്ടി? അതൊക്കെ പറയാം, നീ ഇങ്ങോട്ട് വാ. ശരി. അയ്യോ, റോയിച്ച ആനന്ദിന് സുഖമല്ലേ? ഇന്ന് എന്റെ മോൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലല്ലോ എന്നോട് സമാധാനിച്ചിരിക്കുന്നു. നന്നായിട്ടുണ്ട്. എന്നാലും ആനന്ദിന് ഇത്രയും തെറിയൊക്കെ അറിയാം. ഓ